ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി കൊടുത്തിട്ട് അയാളെ ഇളിമ്പ്യനാക്കി വിട്ടതാണ്. അങ്ങനെ നമുക്കെതിരെ പട നയിച്ച അദ്ദേഹം, അയാളാണ് ആ സ്പീക്കർ പദവിയിൽ ഇരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, 1960 കേരളത്തിൽ ആദ്യമായി മുസ്ലിം വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. ആ മുസ്ലിം വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ അന്ന് 99.4% ആളുകളും സുന്നികളാണ്. വഖഫ് സ്വത്ത് മുഴുവൻ സുന്നികളുടേതാണ്. പക്ഷേ ഒരൊറ്റ സുന്നിയെ പോലും ആ വഖഫ് ബോർഡിൽ അന്ന് ഉൾപ്പെടുത്തിയില്ല. കാരണം എന്താ? തങ്ങന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് ഇങ്ങനെ സ്റ്റേജ് മുന്നിൽ വെക്കും, ഉള്ളുകൂടെ കാര്യങ്ങൾ ഇവർ നീക്കും. അങ്ങനെ വഖഫ് ബോർഡ് ഫുള്ള് വഹാബികളെ കണ്ടു. ഇതിൽ പ്രതിഷേധിച്ചു അന്ന് സമസ്ത ജമിയത്തുൽ ഉലമ. എവിടെ വെച്ച്? മഹാനായ ബാഫക്കി തങ്ങളുടെ പാണ്ഡികശാലയിൽ വെച്ച് തന്നെ സമസ്ത മുശാവറ ചേർന്നിട്ട് പ്രമേയം പാസാക്കി, ഒരു സുന്നി പണ്ഡിതനെങ്കിലും വഖഫ് ബോർഡിലേക്ക് എടുക്കണം. ഈ പ്രമേയം നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ കാണാം. അവിഭക്ത സമസ്ത നമ്മൾ ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് പുറത്തിറക്കിയ 60ാം വാർഷിക സോവനീറിന്റെ 58ാമത്തെ പേജിൽ ഈ പ്രമേയം കാണാം. ഒരു സുന്നിനെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് അവർ പെട്ടെന്ന് എടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? വഖഫ് ബോർഡ് കൈയടക്കിയ ഇവര് രഹസ്യമായി കള്ളരേഖ ചമച്ച് സുന്നികളുടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത് മലബാറിന്റെ ആസ്ഥാനമായ കോഴിക്കോട് നഗരത്തിൽ സുന്നികൾ